ഇറാൻ അമേരിക്ക സംഘർഷം മുറുകുമ്പോൾ ഇറാൻ അവരുടെ മിസൈലുകളെ അവരുടെ ഭൂഗർഭ നഗരത്തിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ തിരിച്ചടി ഉറപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക ഇറാന്റെ മിസൈൽ പരിധിയിലാണെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഖമേനി. വേണ്ടിവന്നാൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ലെന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ അമേരിക്ക അതിസാഹസത്തിന് തുനിഞ്ഞാൽ ഗൾഫിലുള്ള അമേരിക്കയുടെ എല്ലാ സൈനിക താവളങ്ങളും ആക്രമിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. അമേരിക്കൻ മണ്ണിലെത്തി ആക്രമിക്കുക അത്ര വേഗം സാധ്യമല്ല. പക്ഷേ തങ്ങളുടെ പ്രദേശത്തുള്ള അവരുടെ എല്ലാ കേന്ദ്രങ്ങളും കനത്ത തിരിച്ചടി നേരിടുമെന്നും അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അരാഗ്ചി തുറന്നടിച്ചു. അർമാഡ അതിവേഗം നീങ്ങുകയാണെന്നും കരുത്തുറ്റ പടക്കപ്പലാണെന്നും അതിനൊരു ലക്ഷ്യമുണ്ടെന്നുമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അമേരിക്ക സൈന്യത്തെ കടലിൽ കൊണ്ട് വിന്യസിച്ചാലും ഇറാൻ ഭയക്കില്ലെന്നും യുദ്ധമെങ്കിൽ യുദ്ധം നേരിടാൻ ഇറാൻ ഒരുക്കമാണെന്നും ടെഹ്റാൻ നേരത്തെ തുറന്നടിച്ചിരുന്നു. അതേസമയം അയൽ രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കില്ലെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം നടന്ന 12 ദിവസത്തെ യുദ്ധത്തിനിടെ 500-ലേറെ മിസൈലുകളാണ് ഇറാൻ ഇസ്രയേലിന് നേരെ തൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ മിസൈൽ ഭീഷണിയെ ഗൌരവമായാണ് US എടുക്കുന്നത്. ഒമാനിൽ നടന്ന ചർച്ചയിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ കുറിച്ച് പരാമർശിക്കാൻ അമേരിക്ക ശ്രമിച്ചെങ്കിലും ഇറാൻ വഴങ്ങില്ല. ആണവകാര്യത്തിൽ മാത്രമാണ് ചർച്ചയെന്നും അതിനപ്പുറം ഒരു വിഷയങ്ങളും ഉദ്ദേശിക്കില്ലെന്നും ടെഹ്റാൻ നിലപാട് കടുപ്പിച്ചു. പ്രദേശത്ത് കനത്ത ആക്രമണം നടത്താൻ ശേഷിയുള്ള 2000-ഓളം മിഡ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഗൾഫിലെങ്ങുമുള്ള US കേന്ദ്രങ്ങളിൽ എത്താൻ പാകത്തിലുള്ള ഹ്രസ്വദൂര മിസൈലുകളും ഇറാന്റെ പക്കലുണ്ട്. ഇറാന്റെ പ്രതിരോധത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് സുപ്രധാന പങ്കുണ്ടെന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ രാജ്യത്ത് അവ കരുത്തു പകരുന്നുണ്ടെന്നും ഇറാന്റെ ഡിഫൻസ് ഓഫ് ഡെമോക്രസിസ് ഫൗണ്ടേഷൻ സീനിയർ ഡയറക്ടർ ബെന്നം ബെൻ തലേബു വെളിപ്പെടുത്തിയിരുന്നു. അടിച്ചമർത്താനും പ്രതിരോധിക്കാനും ശിക്ഷിക്കാനും ഒരേ സമയം ഉപയോഗിക്കാവുന്ന ആയുധമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ കൈവശമുള്ള മിസൈലുകളിൽ ചിലത് ഇവയാണ്. ഖൊറാംഷർ ഇറാന്റെ പക്കലുള്ളതിൽ ഏറ്റവും അത്യാധുനികവും ലിക്വിഡ് ഫ്യൂവൽഡുമായ മിസൈലാണിത്. അൾട്രാ ഹെവി പോർമുന വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈലിന് 2000 കിലോമീറ്ററാണ് ദൂരപരിധി. ഇസ്രയേലിലെങ്ങും മധ്യപൂർവ്വ ദേശത്തെ മിക്ക US സൈനിക താവളങ്ങളും തെക്കുകിഴക്കൻ യൂറോപ്പ് വരെ നീളുന്നതാണ് ഇതിന്റെ പരിധി. ഖത്തറിലെ അൽ ഉദൈദ വ്യോമത്താവളം, ബഹറിലെ US നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റി കേന്ദ്രം, കുവൈറ്റ്, സിറിയ, ഇറാഖ്, UAE, സൗദി എന്നിവിടങ്ങളിൽ വരെ ഇതിന്റെ ആക്രമണം എത്തും. സെജിൽ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണിത്. ഇസ്രയേൽ ഉൾപ്പെടെയുള്ള മധ്യപൂർവ്വ ദേശത്തെല്ലായിടവും തെക്കുകിഴക്കൻ യൂറോപ്പും ആക്രമിക്കാൻ ഇത് ധാരാളമാണ്. കുവൈറ്റിലെ ക്യാമ്പ്, അരിഫ്ജാൻ, അലി അൽ സലീം വ്യോമത്താവളങ്ങൾ, അൽ അസദ് വ്യോമത്താവളം, ജോർദാനിലെയും തുർക്കിയിലെയും വ്യോമത്താവളങ്ങൾ എന്നിവയിലും വേണ്ടിവന്നാൽ സെജിലെത്തും. എമാദും ഖദ്രും അത്യാധുനിക മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണിത്. 1700 കിലോമീറ്ററാണ് ഇതിന്റെ പരിധി. തുർക്കി, സിറിയ, ജോർദാൻ എന്നിവിടങ്ങൾക്ക് പുറമെ UAEയിലേക്കും ഖത്തറിലേക്കും ഇറാൻ ഇത് തൊടുക്കാൻ കഴിയും. ഫത്ത, ഹഷ് ക്വാസം, ഖൈബർ ഷെഖാൻ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിലെ പേരുകേട്ട മിസൈലുകളാണിത്. ഇസ്രയേലിനെതിരെ ജൂണിൽ ഇറാൻ ഇത് പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. ഇറാൻ സൈന്യം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണിതെന്നും സവിശേഷതയും ഇതിനുണ്ട്. അതിനിടെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇതാദ്യമായി 37 വർഷം തുടർച്ചയായി പങ്കെടുത്തു പോന്നിരുന്ന രാഷ്ട്രീയ പരിപാടിക്ക് എത്തിയില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതോടെ ടെഹ്റാനും വാഷിംഗ്ടണിനുമിടയിൽ നിലനിൽക്കുന്ന യുദ്ധഭീതിക്ക് ആക്കമേറുകയാണ്. അമേരിക്കൻ കപ്പൽപ്പട ഇറാനെ വളഞ്ഞെന്ന രീതിയിൽ അമേരിക്കയും ഒരു യുദ്ധഭീഷണിയും തങ്ങൾ വകവയ്ക്കില്ലെന്ന് ഇറാനും പ്രതികരിച്ചതിനു പിന്നാലെയാണ് ഖമേനിയുടെ അസാന്നിധ്യം ചർച്ചയാകുന്നത്. ഖമേനിയുടെ അഭാവത്തെക്കുറിച്ച് ഔദ്യോഗികമായി വ്യക്തമായ വിശദീകരണം ഇറാൻ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇതിനു പിന്നിൽ ഒന്നിലധികം സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നു. ആദ്യത്തേത് സുരക്ഷാ കാരണങ്ങളാണ്. ഇറാൻ അമേരിക്ക സംഘർഷം ഉയരുന്നതിനിടെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണ സാധ്യതകൾ വർദ്ധിക്കുമെന്ന ആശങ്ക ഇറാനിൽ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാന്റെ മുൻ പ്രമുഖ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയുടെ വധത്തിനു ശേഷം അമേരിക്കൻ നടപടികളെക്കുറിച്ച് ഇറാൻ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഖമേനി നേരിട്ട് വലിയ സൈനിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്ന വിലയിരുത്തലുണ്ടാകുമെന്നും നിരീക്ഷകർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.